അപ്പോ ദൈവത്തിന് എപ്പോഴും ഒരു സ്റ്റാർഡർ സ്പേസ് അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ പദവി അല്ലെങ്കിൽ ഒരു സുപ്രീം അങ്ങനെയുള്ള ഒരു ഇതൊക്കെ കൊടുക്കുന്നത് ചെലുത്താനാണ്. അപ്പോ അങ്ങനെ അല്ലാത്തൊരു ചെലുത്താനാണ് നമ്മുടെ കൂടെ ഉള്ളത് അജു അലക്സ്. അജു അലക്സ് ബോഡി ഉണ്ട്. നമ്മളെ ആളുടെ എന്താ പറയാ കുക്കി ആയിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ്. കുക്കി ഒരു ഭീകരനാണ്. രാവിലെ തുടങ്ങും. ക്ഷീണിച്ചെന്നിറങ്ങിയാൽ ഈ ചെലുത്താനുള്ള പേര് എടുക്കാനുള്ള റീസൺ എന്താ? ചുമ്മാ രസത്തിനിട്ടാണ്. അതെ, അല്ലാതെ അതിലൊരു പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. ദൈവത്തിനോടുള്ള വിരക്തിയോ അങ്ങനെയൊന്നുമല്ല. ദൈവം ഇട്ടാൽ ഇതൊക്കെ തന്നെ സംഭവിക്കാൻ പോകും. ദൈവം പേരിട്ടാലും ചെറുത്താൻ പേരിട്ടാലും ഞാൻ പറയുന്നല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോ മെയിൻ ആയിട്ട് നമ്മളോട് ഒരു പൊളിറ്റിക്കൽ സംവിധാനം ശരിക്കും ജനാധിപത്യം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ ജനാധിപത്യം എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടോ പ്രാക്ടിക്കലായിട്ടോ ഇവിടെ നടക്കുന്നില്ല. ഇപ്പോ സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ ട്രാൻസ്പെറൻസിനെ ബേസ് ചെയ്തിട്ടും അതേപോലത്തെ കറക്റ്റായിട്ട് ഓഡിറ്റിംഗ് സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊളിറ്റിക്കലായിട്ട് എൻ്റർ ആവാനായിട്ടാണോ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ്? അങ്ങനൊന്നുമില്ല. അത് അങ്ങനെ മെനക്കെടുന്ന പരിപാടിയൊന്നുമില്ല. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സിസ്റ്റത്തിനകത്തെ ഇപ്പൊ തൽക്കാലം ഈ ചാറ്റ് എന്ന് പറഞ്ഞ ഒരു മേഖലയിൽ നല്ലപോലെ തട്ടിപ്പ് കടന്നു. അങ്ങനെയൊക്കെ നടന്നു കഴിയുമ്പോൾ ഇതിനൊരു സൊല്യൂഷൻ വേണം. അങ്ങനെ ചുമ്മാ അങ്ങനെ ഒരാൾ വന്നിട്ട് ഇപ്പൊ എനിക്ക് ഞാൻ ചെയ്യാൻ നല്ല മര്യാദയ്ക്ക് തന്നെ ബോധ്യപ്പെടുത്തുക, അല്ലെ എന്നോട് വിശ്വാസം ഉണ്ടായിട്ട് കുറച്ച് പേര് അങ്ങനെ ഇടപെടുക, അത് പോരാ. മനസ്സിലായില്ല? അതിപ്പോ നാളെ ആണെങ്കിലും വേറെ ആൾക്ക് തട്ടിക്കാം, പല തരത്തിൽ തട്ടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അല്ല പല രീതികളുണ്ട്, പല വഴിക്ക് നമുക്ക് ആളെ പറ്റിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ഏരിയയിൽ ആളെ പറ്റിക്കൽ എന്ന് പറയുന്നത് ഭയങ്കര അപകടമാണ്. കാരണം എന്നും ആൾക്കാർക്ക് മറ്റൊരാൾ ആവശ്യം ഈ നാട്ടിലുണ്ട്. പലരും സഹകരിച്ചില്ല, പല കാര്യങ്ങളും നടക്കത്തില്ല. അപ്പൊ അതിനകത്ത് ഏറ്റവും നല്ലൊരു പരിപാടിയാണ് ഈ ചാരിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനുഷ്യൻ ചെയ്യുന്നത്. അപ്പൊ അതിനകത്തൊരു കുഴപ്പമുണ്ടാക്കി മൊത്തത്തിൽ ഈ ചാരിറ്റി ചെയ്യുന്നവരെല്ലാം ഇപ്പൊ സംശയത്തില്ല, പറ്റിക്കലാണോ തട്ടിപ്പാണോ, ഒരു ഇട നിൽക്കുന്നവരെ കാശ് ഉണ്ടാക്കുവാണോ, അങ്ങനെയൊക്കെയുള്ള ധാരണകളൊക്കെ ആൾക്കാർക്കുണ്ട്. അത് ഒത്തിരി നാളായിട്ടുണ്ട്. അപ്പൊ അത് കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇനി ഇതൊന്നും കൂടി പോകാൻ വിചാരിച്ചു. ജെന്യൂനായിട്ട് ആൾക്കാരില്ല, എല്ലാവരും ഒന്ന് വെട്ടിക്കുവാണെങ്കിൽ കൂടുതൽ ഡൊണേഷൻ കൊടുക്കുന്ന ആൾക്കാർ നിർത്തുമായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന ഒരു ചെറിയ സർക്കിളിനകത്ത് ഉള്ള ചെറിയ സഹായങ്ങളൊക്കെ ആയിട്ട് കൂടും. ഒരാൾക്ക് ചിലപ്പോൾ എന്താ പറയാ, ഇപ്പൊ തന്റെ വീടിനടുത്ത് ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടായി, ആ നാട്ടുകാർ ചുറ്റും കൂടി ഇരുന്ന് അവിടുത്തെ ആൾക്ക് വേണ്ടിയിട്ട് ഒരു 10 ലക്ഷം രൂപ വേണമെങ്കിൽ ഒരാൾ 10,000 വെച്ചിട്ടുണ്ട്, 20,000 വെച്ചിട്ടുണ്ട് വരും. അങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ. അതേസമയം വലിയൊരു സർക്കിൾ ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാവരും ഡൊണേറ്റ് ചെയ്യുന്ന ശീലം ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് സഹായം എത്തുകയും ചെയ്യും. എന്നാൽ സഹായിക്കുന്ന ആൾക്ക് വലിയ ബോർഡൻ ഒക്കെ ഉണ്ടോ അതില്ല. അങ്ങനെ അതായത് ഒരാൾ 10,000 100 ഇട്ടത്തിന്റെ കാര്യമാണ്.